സുഹൃത്തുക്കളെ, നിങ്ങൾ ആരുടെയും അടിമകളാകരുത്, നിങ്ങൾ ആരുടെയും ബഹുവെട്ടികളാകരുത്, നിങ്ങൾ ആരുടെയും വെള്ളംകോരികളാകരുത്. വളരാട്, മേലാക്കം, എലമ്പ്ര, കോഴിക്കാട്ടുകുന്ന്, തറത്തിപ്പറമ്പ്, പൂന്താവനം, കൂമന്തടം, ഏപ്പിക്കാട്, മരത്താണി, പെരുവക്കാട്, ആഞ്ഞിലങ്ങാടി, പാലായി, പൊറവമ്പുറം, ആമയൂർ, തുറക്കൽ, പാറക്കത്തൊടി, കണ്ണിയാല, കുട്ടശ്ശേരി, ആമയൂര്, മരാട്ടപ്പടി, ഓലപ്പാറ, ഭൂവിസ്തൃതിയിൽ മലപ്പുറം ജില്ലയിലെ 16 മണ്ഡലങ്ങളിൽ ഏറ്റവും വലിയ മൂന്നാമത്തെ മണ്ഡലമായ മഞ്ചേരി 4 പഞ്ചായത്തുകളും ഒരു മുനിസിപ്പാലിറ്റിയും അടങ്ങുന്നതാണ്. മഞ്ചേരി മുനിസിപ്പാലിറ്റിയും തൃക്കലങ്കോട്, പാണ്ടിക്കാട്, കീഴാറ്റൂർ, എടപ്പറ്റ എന്നീ പഞ്ചായത്തുകൾ അടങ്ങുന്നതാണ് മഞ്ചേരി മണ്ഡലം. ഇവിടെ ഏകദേശം 4.25 ലക്ഷത്തോളം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നു. വികസന പാതയിൽ ഏറെ മുന്നിലെത്തിയ മഞ്ചേരി നഗരം മലപ്പുറത്തിന്റെ പഴയകാല വാണിജ്യ കേന്ദ്രം കൂടിയായിരുന്നു. ചരിത്രത്താളുകളിൽ തങ്കലിപികളാൽ ആലേഖനം ചെയ്യപ്പെട്ട ഒട്ടനേകം സംഭവ വികാസങ്ങൾ കൊണ്ടും പകരം വെക്കാനാവാത്ത മഹാമനുഷ്യരാലും സമ്പുഷ്ടമാണ് ഏറനാടിന്റെ ഹൃദയഭൂമിയായ മഞ്ചേരി. സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ ക്രൂരതകൾക്ക് മുന്നിൽ ഒരു സമൂഹം ഒന്നാകെ പകച്ചു നിന്നപ്പോൾ ബക്കിംഗ്ഹാം കൊട്ടാരത്തിന്റെ അധിപന്മാരെ പോലും ഭീതിയിലാഴ്ത്തിയ ഒരു പറ്റം നേതാക്കളെയും അനുയായികളെയും സമരമുഖത്തേക്ക് സംഭാവന ചെയ്തത് ഈ ഭൂമികയായിരുന്നു. ബ്രിട്ടീഷുകാരുടെ ക്രൂരതകൾക്കിരയായി കൺമുന്നിൽ സ്വന്തം കുഞ്ഞിന്റെ ജീവൻ നഷ്ടപ്പെട്ടപ്പോഴും മനസാന്നിധ്യം നഷ്ടപ്പെടാതെ സധൈര്യം ജീവിതത്തിലേക്ക് പിടിച്ചുകയറിയ പാലേംപടിയൻ ബീവിയുടെ പിന്മുറക്കാരാണ് ഇന്നത്തെ മഞ്ചേരിക്കാർ. വാരിയൻ കുന്നൻ, ആലി മുസ്ലിയാർ, ചെമ്പ്രശ്ശേരി തങ്ങൾ, പാണ്ടിയാട്ട് നാരായണൻ നമ്പീശൻ, പയ്യനാട് മോയിൻ തുടങ്ങി പോർമുഖത്തെ നായകന്മാർ ഏറെയും ഈ പ്രദേശത്ത് നിന്നാണ്. ഇവരുടെ നേതൃത്വത്തിൽ നടന്ന വിവിധ പോരാട്ടങ്ങളുടെ നേർസാക്ഷ്യങ്ങളായ പാണ്ടിക്കാട് ടിവിയും പോലീസ് സ്റ്റേഷനും പാണ്ടിക്കാട് ചന്തപുരയും രക്തസാക്ഷികളുടെ മൊയ്തുണ്ണിപ്പാടവും മൃതശരീരങ്ങൾ ഒടുക്കിയ മൊയ്തുണ്ണിക്കുളവുമെല്ലാം നമ്മുടെ പൂർവ്വപിതാക്കളുടെ സമരവീര്യത്തിന്റെ സ്മരണകളാണ്. അക്കാലത്ത് പ്രധാനമായും സ്വാതന്ത്ര്യ സമര പോരാളികളെ അടിച്ചൊതുക്കാൻ വേണ്ടി സ്ഥാപിച്ച മലബാർ സ്പെഷ്യൽ പോലീസിന്റെ പ്രധാന കേന്ദ്രങ്ങളിലൊന്ന് പാണ്ടിക്കാട് കൊളപ്പറമ്പിലാണ്. ജാതിമത ഭേദമൊന്നുമില്ലാതെ മതസൗഹാർദ്ദപരമായ പാരസ്പര്യത്തിന് പേരുകേട്ട ഈ ഭൂമികയിൽ മുതുകുന്ന് ഭഗവതി ക്ഷേത്രം, പയ്യനാട് പള്ളി, പയ്യനാട് മഖാം, CSI ദേവാലയം, മേലാക്കം ജുമാ മസ്ജിദ്, കച്ചേരിപ്പടി ജുമാഅത്ത് പള്ളി, ഹിദായത്തുൽ മുസ്ലിമീൻ സഭാ ഹാൾ, മേലാക്കം കാളികാവ് ക്ഷേത്രം, കണ്യാല മഖാം, പൂന്താനം ഇല്ലം, അരുകീഴായ മഹാദേവ ക്ഷേത്രം, 1000 വർഷത്തിലധികം പഴക്കമുള്ള കീഴാറ്റൂർ മുതുകുർശിക്കാവ് ക്ഷേത്രം തുടങ്ങി പ്രസിദ്ധമായ ഒട്ടേറെ ആരാധനാലയങ്ങളും നിലകൊള്ളുന്നു. സ്വതന്ത്രാനന്ദ ഭാരതത്തിൽ സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക മേഖലകളിൽ സമുദായം അഭിമുഖീകരിച്ച ഭയാനകരമായ സാഹചര്യങ്ങൾക്കിടയിലും കൃത്യമായ ചുവടുവെപ്പുകളോടെ മുന്നിൽ നിന്ന് ദിശാബോധം നൽകിയ ഹരിത രാഷ്ട്രീയത്തിന്റെ മഹാമാനുഷികളുടെയും മതസാമൂഹിക, സാംസ്കാരിക, കലാമേഖലകളിലെ അതികായരുടെയും കഥകൾ ഒട്ടനവധിയുണ്ട് ഈ ഭൂമികയ്ക്ക് പറയാൻ. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രഥമ അധ്യക്ഷനും ഭരണഘടനാ ശില്പിയുമായ ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് ഇവിടെ നിന്നാണ് ലോകസഭയിലേക്ക് മത്സരിച്ച് ജയിക്കുന്നത്. 16-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഭക്തകവി പൂന്താനം നമ്പൂതിരി മതരാഷ്ട്രീയ, സാംസ്കാരിക മേഖലകളിൽ അതത് കാലങ്ങളിൽ ദിശാബോധം നൽകിയ ഓവുങ്ങൽ അബ്ദുറഹ്മാൻ മുസ്ലിയാർ, മഞ്ചേരി രാമയ്യ, മഞ്ചേരി അബ്ദുറഹിമാൻ, അത്തൻകുരിക്കൽ, KC ജമാലുദ്ദീൻ മുസ്ലിയാർ, കൊരമ്പയിൽ അഹമ്മദ് ഹാജി, പാണ്ടിക്കാട് ഉണ്ണിക്കോയ തങ്ങൾ, സ്വാതന്ത്ര്യ സമര സേനാനിയും മാതൃഭൂമി സ്ഥാപകരിൽ ഒരാളായ K മാധവൻ നായർ തുടങ്ങിയവരെല്ലാം മഞ്ചേരിയുടെ മക്കളാണ്. മദ്രാസ് അസംബ്ലിയിലെ MLA-മാരായിരുന്ന KM സീതി സാഹിബ്, കോയമ്പത്തൂടി അഹമ്മദ് കുട്ടി ഹാജി, MPM ഹസൻ കുട്ടി കുരിക്കൽ, M ചടയൻ, കേരള നിയമസഭയിൽ അംഗങ്ങളായിരുന്ന PP ഉമ്മർ കോയ, M ചടയൻ, U ഉത്തമൻ, KP രാമൻ, MPM അബ്ദുള്ള കുട്ടി കുരിക്കൽ, CH മുഹമ്മദ് കോയ, MPM ഇസ്ഹാഖ് കുരിക്കൽ, PK അബ്ദുറബ്, അഡ്വക്കേറ്റ് M ഉമ്മർ, അഡ്വക്കേറ്റ് UA ലത്തീഫ്, MP-മാരായ B പോക്കർ സാഹിബ്, ഇസ്മായിൽ സാഹിബ്, CH മുഹമ്മദ് കോയ, ഇബ്രാഹിം സുലൈമാൻ സേട്ടു സാഹിബ്, E അഹമ്മദ്, സഖാവ് EK ഹംസ, PK കുഞ്ഞാലിക്കുട്ടി, സമദാനി, ET മുഹമ്മദ് ബഷീർ, നിലവിലെ മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി P അബ്ദുൽ ഹമീദ് മാസ്റ്റർ തുടങ്ങി സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക ചരിത്രത്തിൽ അവരവരുടെ സ്ഥാനം അടയാളപ്പെടുത്തിയ ഒട്ടേറെ മഹത്തുക്കളുടെ കർമ്മ മേഖലയായിരുന്നു മഞ്ചേരി.
മലപ്പുറം ജില്ല എന്ന ആവശ്യം ആദ്യമായി നിയമസഭയിൽ ഉന്നയിച്ചത് അന്ന് മങ്കട മണ്ഡലം MLA ആയിരുന്ന അബ്ദുൽ മജീദ് സാഹിബ് മഞ്ചേരിക്കാരനായിരുന്നു. ശേഷം മലപ്പുറം ജില്ലാ രൂപീകരണത്തിന് വേണ്ടി നിയമ പോരാട്ടം നടത്തുകയും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോൾ മലപ്പുറം ജില്ല എന്ന പ്രമേയം നിയമസഭയിൽ അവതരിപ്പിക്കുകയും ജില്ലാ ശില്പി എന്നറിയപ്പെടുന്ന മഞ്ചേരിക്കാരുടെ ബാപ്പു എന്ന MPM അഹമ്മദ് കുരിക്കളും ഈ നാടിന്റെ മുതൽക്കൂട്ടാണ്. ഒരു വ്യാഴവട്ടക്കാലം മുസ്ലിം ലീഗിന്റെ സമുന്നത പദവികളിലിരുന്ന കൊരമ്പയിൽ അഹമ്മദ് ഹാജി രാജ്യസഭാംഗം, നിയമസഭാംഗം, കേരള നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ തുടങ്ങിയ പദവികളിൽ ശോഭിച്ചു. അയോധ്യയിലെ ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട് ന്യൂനപക്ഷ രാഷ്ട്രീയം കലങ്ങിമറിഞ്ഞ ഘട്ടത്തിലാണ് 1991 മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പദവി അദ്ദേഹം ഏറ്റെടുക്കുന്നത്. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ മാനവികതയുടെ രാഷ്ട്രീയ ദർശനത്തിന് സൈദ്ധാന്തിക പിൻബലം നൽകിയത് മതനിരപേക്ഷ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചുള്ള കൊരമ്പയിലിന്റെ മിതഭാഷണം ജനങ്ങൾ ശ്രദ്ധിച്ചു കേട്ടു. തീവ്രവാദത്തിന്റെ മുനയൊടിക്കാൻ പര്യാപ്തമായിരുന്നു കൊരമ്പയിലിന്റെ നിലപാട്. ചരിത്രത്തിൽ മാത്രമല്ല, വർത്തമാന കേരളത്തിലും മഞ്ചേരിക്കും മഞ്ചേരിക്കാർക്കുമുള്ള സ്ഥാനം പകരം വെക്കാൻ കഴിയാത്തതാണ്. പാണ്ടിക്കാട് റോഡിൽ സ്ഥിതി ചെയ്യുന്ന 100 വർഷത്തിലധികം പഴക്കമുള്ള മുഫീദുൽ ഉലൂം ദർസ് കേരളത്തിൽ പ്രസിദ്ധമായ മതപഠന കേന്ദ്രമായിരുന്നു. ശാന്തപുരം ജാമിയ ഇസ്ലാമിയ, പാണ്ടിക്കാട് ദാറുൽ ഇർഫാൻ, മദ്രസത്തുൽ ഹുഫാദ് ഒറവമുറം തുടങ്ങിയ വിവിധ മതകലാലയങ്ങൾ ഇവിടെ നിലവിലുണ്ട്. വിദ്യാഭ്യാസ സാംസ്കാരിക കേന്ദ്രമായ മഞ്ചേരിയിൽ NSS കോളേജ്, യൂണിറ്റി കോളേജ്, ഏർനാട് എജ്യൂസിറ്റി തുടങ്ങി നിരവധി ഉന്നത കലാലയങ്ങളുമുണ്ട്. പല ദേശങ്ങളിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസത്തിനായി വിദ്യാർത്ഥികൾ ഇവിടങ്ങളിൽ എത്തിച്ചേരുന്നു. പെരുമ്പിലാവ് ഊട്ടി ഹൈവേയും ഗൂഡല്ലൂർ പരപ്പനങ്ങാടി ഹൈവേയും കേരളത്തിലെ അതിമനോഹരമായ റെയിൽവേ സ്റ്റേഷനുകളിലൊന്നായ പട്ടിക്കാട് സ്റ്റേഷനും എല്ലാം ചേർന്ന മഞ്ചേരി സംസ്ഥാനത്തിന്റെ ഗതാഗത മേഖലയിലും ഒരു പ്രധാന കണ്ണിയാണ്. മെഡിക്കൽ കോളേജ്, ഗവൺമെന്റ് ഹോമിയോ ഹോസ്പിറ്റൽ, കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മലബാർ ഹോസ്പിറ്റൽ തുടങ്ങി നിരവധി ഗവൺമെന്റ് നോൺ ഗവൺമെന്റ് സ്ഥാപനങ്ങളിലൂടെ ജില്ലയിലെ ആരോഗ്യ മേഖലയിലും മഞ്ചേരി തങ്ങളുടെ കരുതൽ രേഖപ്പെടുത്തുന്നു. അന്യന്റെ പ്രയാസം സ്വന്തം പ്രാരാബ്ധമായി കണ്ടു. മഞ്ചേരി മണ്ഡലത്തിൽ നിന്നും കടൽ കടന്നവർ അന്യനാട്ടിൽ സംഘടിച്ചു, പരസ്പരം സഹകരിച്ചു, വേദനകൾ പങ്കുവച്ചു, സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ അവർ ഒന്നിച്ചു. അഭേദ്യമാം കൂട്ടായ്മയായി അവർ മാറി. അതെ, ഖത്തർ KMCC മഞ്ചേരി മണ്ഡലം. അഡ്വക്കേറ്റ് M ഉമ്മർ സാഹിബിന്റെയും UA ലത്തീഫ് സാഹിബിന്റെയും ഖത്തർ സന്ദർശനത്തോടെയാണ് മഞ്ചേരി നിലമ്പൂർ സംയുക്ത മണ്ഡലം രൂപീകൃതമായത്. 2015 മെയ് 8 ജില്ലാ ഭാരവാഹികളുടെ നേതൃത്വത്തിൽ ചേർന്ന ഇരു മണ്ഡലങ്ങളുടെയും സംയുക്ത യോഗത്തിൽ വെച്ച് 2 മണ്ഡലങ്ങളുടെയും സ്വതന്ത്ര കമ്മിറ്റി രൂപീകരിക്കാൻ ധാരണയായി. അതേ ദിവസം തന്നെ ചേർന്ന മഞ്ചേരി മണ്ഡലക്കാരുടെ യോഗത്തിൽ റിട്ടേണിംഗ് ഓഫീസർ അബ്ദുൽ അക്ബർ വേങ്ങശ്ശേരിയുടെ നിരീക്ഷണത്തിൽ ഖത്തർ KMCC മഞ്ചേരി മണ്ഡലം നിലവിൽ വന്നു. സംഘടനയുടെ 1ാം കമ്മിറ്റിയിൽ ഇസ്മായിൽ ഹുദവിയും അൻവർ മേലാക്കവും മുനീർ ഫൈസിയുമായിരുന്നു യഥാക്രമം പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, ട്രഷറർ എന്നീ സ്ഥാനങ്ങൾ വഹിച്ചത്. 2018 2ാം കമ്മിറ്റി നിലവിൽ വരികയും മുനീർ ഫൈസി, ഷമീർ ഒറവംപുറം, യാസീർ പൂന്താനം എന്നിവർ യഥാക്രമം പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, ട്രഷറർ എന്നീ സ്ഥാനങ്ങൾ വഹിക്കുകയും ചെയ്തു. ഈ 2 കമ്മിറ്റികളുടെയും വിജയകരമായ പ്രവർത്തന കാലഘട്ടങ്ങൾക്ക് ശേഷം ഇന്ന് നിലവിലുള്ള 3ാം കമ്മിറ്റിയിൽ സൽമാൻ മഠത്തിൽ പ്രസിഡന്റും യാസിർ പൂന്താനം ജനറൽ സെക്രട്ടറിയും ഷമീർ ഒറവംപുറം ട്രഷററുമാണ്. സംഘടനാ പ്രവർത്തനം കൂടുതൽ യുവാക്കളിലേക്ക് എത്തിക്കുന്നതിനും അവരെ മുൻനിരയിൽ കൊണ്ടുവരാനും സെമി ഹാമയൂർ ചെയർമാനും മുബാറക് പാണ്ടിക്കാട് ജനറൽ കൺവീനറുമായ KMCCയുടെ മഞ്ചേരി മണ്ഡലം യൂത്ത് വിംഗ് കമ്മിറ്റിയും 2023 നിലവിൽ വന്നു. KMCCയുടെ പ്രവർത്തനങ്ങൾ ഏറ്റവും അടിത്തട്ടിലെത്തിക്കുന്നതിനും സംഘടനയെ കൂടുതൽ ജനകീയമാക്കുന്നതിനും മണ്ഡലത്തിന് കീഴിൽ 5 പഞ്ചായത്ത് കമ്മിറ്റികളും സജീവമായി പ്രവർത്തന രംഗത്തുണ്ട്. ഷാഫി രാമംകുളം പ്രസിഡന്റും ഷംസീർ തുറക്കൽ സെക്രട്ടറിയുമായും ജുനൈദ് ഐനിക്കുന്നത്ത് ട്രഷററുമായ മഞ്ചേരി മുനിസിപ്പൽ കമ്മിറ്റിയും അൻവർ വൈശ്യർ പ്രസിഡന്റും K മൊയ്തുപ്പ സെക്രട്ടറിയുമായും സുബൈർ കൊടുമുണ്ട ട്രഷററുമായ കീഴാറ്റൂർ പഞ്ചായത്ത് കമ്മിറ്റിയും റാഷിദ് റഹ്മാനി പ്രസിഡന്റും അംജദ് ആമയൂർ സെക്രട്ടറിയും അബ്ദുൽ കലാം ട്രഷററുമായ തൃക്കലങ്കോട് പഞ്ചായത്ത് കമ്മിറ്റിയും സയ്യിദ് പാണ്ടിക്കാട് പ്രസിഡന്റും ഉവൈസ് സെക്രട്ടറിയും അമീർ അലി ട്രഷററുമായ
പാണ്ടിക്കാട് പഞ്ചായത്ത് കമ്മിറ്റിയും ഷമീർ ആഞ്ഞിലങ്ങാടി പ്രസിഡന്റും മുഹമ്മദ് ഷനീജ് സെക്രട്ടറിയും ഷാഫി TP ട്രഷററുമായ എടപ്പറ്റ പഞ്ചായത്ത് കമ്മിറ്റിയും ഈ മണ്ഡല കമ്മിറ്റിയോടൊപ്പം പ്രവർത്തന മേഖലയിൽ സജ്ജരാണ്. മഞ്ചേരി CS സെന്ററിലേക്ക് 10 ഡയാലിസിസ് മെഷീനുകൾ ഉൾപ്പെടെ ഒട്ടനവധി സംഭാവനകളും ചാരിറ്റി പ്രവർത്തനങ്ങളും ചെയ്തു വരുന്ന ഖത്തർ KMCC ആരോഗ്യ മേഖലയിൽ വലിയ പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്നു. 2017 അൽ ഇമാറ മെഡിക്കൽ സെന്ററുമായി സഹകരിച്ചു നടത്തിയ മെഡിക്കൽ ക്യാമ്പ്, അംഗങ്ങൾക്കായി സെന്ററിൽ നൽകുന്ന പ്രത്യേക ആനുകൂല്യങ്ങൾ വ്യവസ്ഥ ചെയ്തുള്ള മെമ്മോറാണ്ടം, 2023-24 വർഷങ്ങളിൽ അൽ റിയാദ ക്ലിനിക്കുമായി സഹകരിച്ചു നടത്തിയ മെഡിക്കൽ ക്യാമ്പുകൾ തുടങ്ങിയവയെല്ലാം KMCC മഞ്ചേരിയുടെ ആരോഗ്യരംഗത്തുള്ള കരുതൽ വിളിച്ചോതുന്നു. പ്രവാസ ലോകത്തെ പരിമിതികൾ പ്രകടമാക്കാതെ നഷ്ടമാകുന്ന പ്രവാസികളുടെ കലാകായിക കഴിവുകളെ പരിപോഷിപ്പിക്കുന്നതിനും പുതുതായി അത്തരം കഴിവുകൾ വളർത്തിയെടുക്കുന്നതിനുമായി മലപ്പുറം പെരുമയടക്കമുള്ള പ്രോഗ്രാമുകൾക്ക് പുറമെ മണ്ഡലത്തിന്റെ സംരംഭങ്ങളായ മഞ്ചേരി പുലിവ്, സ്പീക്കപ്പ് തുടങ്ങി നിരവധി പരിപാടികൾ KMCC മഞ്ചേരി മണ്ഡലം വർഷാവർഷങ്ങളായി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഖത്തർ KMCCയുടെ അഭിമാന സംരംഭമായ സ്നേഹ സുരക്ഷാ പദ്ധതി സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിൽ കഴിഞ്ഞ വർഷങ്ങളിൽ തുടർച്ചയായി മഞ്ചേരി മണ്ഡലം മുന്നിട്ട് നിൽക്കുന്നു. മനുഷ്യരുടെ സ്വതന്ത്ര ജീവിതം സ്തംഭിച്ചുപോയ COVID-19 പകർച്ചവ്യാധിയുടെ കാലത്ത് സർവ്വ വഴികളും ഉപയോഗിച്ച് മുഴുവൻ അംഗങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കാനും നാട്ടിലേക്ക് തിരികെ പോകേണ്ടവർക്ക് ടിക്കറ്റ് അടക്കം എല്ലാ യാത്രാ സഹായങ്ങളും നൽകാനും KMCC മഞ്ചേരി മണ്ഡലം മുന്നിൽ നിന്ന് പ്രവർത്തിച്ചു. കൂടാതെ ബൈത്തുർ റഹ്മ പദ്ധതിയിലൂടെ മണ്ഡലത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള അർഹരായ ഏതാനും കുടുംബങ്ങൾക്ക് ഭവനങ്ങൾ നിർമ്മിച്ചു നൽകുന്നതിൽ മണ്ഡലം കമ്മിറ്റിയുടെ ഭാഗധേയം നിർവഹിച്ചു. നിലവിലും നമ്മുടെ പ്രവർത്തകരുടെ നാനോന്മുഖ പുരോഗതിക്കാവശ്യമായ നിരവധി പദ്ധതികൾ ഞങ്ങൾ മുന്നിൽ കാണുന്നുണ്ട്. വരൂ, ലാഭേച്ഛയില്ലാതെ ഈ സ്നേഹ കൂട്ടായ്മയിൽ നമുക്കൊന്നിച്ചു ചേരാം.